കഴിഞ്ഞ ദിവസം സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിലെ കേരളത്തിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ശാരീരികം കണ്ടുകാണുള്ളൂ അല്ലേ? മുക്കത്തെ സിവിൽ സ്റ്റേഷനിലെ ഗുണ്ടായിസമാണ് തൊഴിലാളികളുടെ. അതെ, കണ്ടു. കാരണം ഇപ്പൊ ആ ബ്യൂറോ ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ ഹീറോ. അതായത് അദ്ദേഹം കാണിക്കുന്ന ആക്ഷൻ ഈ വന്ന ആളെ അത്രയും ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ജയശങ്കർ ഒരു ഗുണ്ടകളാണ്. അതായത് സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷെ ഇവരെന്താ കാണിച്ചത്? ഇപ്രാവശ്യത്തെ സമരം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ടീമുകളാണ് കൂടുതലും സമരം നടത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയാണല്ലോ നടത്തുന്നത്. ആയിക്കോട്ടെ, അവരുടെ സമരം ചെയ്തുകൂട്ടെ. പക്ഷെ അതിൽ ആ സ്കൂളിലെ അധ്യാപകരെ പൂട്ടിയിടുക, KSRTC ബസ്സിന് കല്ലെറിയുക, KSRTC ബസ് സ്റ്റോപ്പ് ചെയ്യുക. മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചാണ് KSRTC ബസ്സിൽ ഓടിക്കും എന്നുള്ളത്. എല്ലാവരും വന്നിരുന്നു, ഡ്രൈവർമാർ. അവർ പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ വന്നു, പക്ഷെ ഓടിക്കാൻ സമ്മതിക്കണ്ടേ? ഇത് ആരെയാണ് മണ്ടരാക്കുന്നത്? ഇവര് ഡയസ്നോണും പ്രഖ്യാപിച്ചു. ശരിക്കും പല സ്ഥലങ്ങളിലും ഇന്നലെ ഉണ്ടായ ഈ ഒരു തൊഴിലാളി സമരത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളി ബന്ദിന് സമാനമായിട്ടുള്ള പണിമുടക്കായിരുന്നു കേരളത്തിൽ. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റീസിലൊക്കെ, ഡൽഹിയിലൊക്കെ ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. കാര്യം അവിടുത്തെ തൊഴിലാളി ട്രേഡ് യൂണിയനുകളാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം ജനം നിൽക്കുകയും സർക്കാരിനെ അത്രത്തോളം വിശ്വാസമുണ്ട്, തങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ നാളെ പണിക്ക് പോയി കഴിഞ്ഞാൽ സർക്കാർ സംരക്ഷണം നൽകുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വസ്ഥമായി പണിക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ചും തൊഴിലാളി വർഗം അല്ലെങ്കിൽ ഇടത് തൊഴിലാളി സംഘടനകളൊക്കെ സമരം വിളിക്കുമ്പോൾ നമ്മൾ ജീവനും നമ്മുടെ സ്വത്തുക്കളും ഒക്കെ പേടിച്ചിട്ടാണ് ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്നത്. അത് ഐക്യദാർഢ്യം എന്നൊന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമുക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയെറിച്ച് പൊട്ടിക്കുമോ, നമ്മുടെ വണ്ടിക്ക് കല്ലെറിയോ എന്നുള്ള പേടി ജനങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് ജയിക്കറിയാമോ? നമ്മുടെ യുവതലമുറയ്ക്ക്, അതായത് ഇപ്പോഴത്തെ ജനസെഡിന് ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്തിനാണ് സമരം നടത്തുന്നത്. എല്ലാവരും ഇപ്പൊ റേഡിയോ ബാങ്കിലൊക്കെ നമ്മളിന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് പലരും ഇവിടുത്തെ ആർജ് ചോദിക്കുന്നുണ്ട്, എന്തിനാ സമരം നടത്തുന്നത്? അത് അറിയില്ല എന്തിനാ സമരം. ജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്തിനാണ് സമരം നടത്തുന്നതെന്ന് പോലും. ഈ ദേശീയ പണിമുടക്ക് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം വിളിക്കുന്ന ആൾക്കാരിൽ പോലും പകുതി ആൾക്കാർക്കും ധാരണയില്ല എന്തിനാണെന്നുള്ളത്. അതാണ് ഇപ്പൊ സത്യത്തിൽ ഇത് വേതനം കൂട്ടണം, തൊഴിലാളികൾക്ക് മിനിമം വേതനം, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ലേബർ കോഡിൽ പറഞ്ഞിരിക്കുന്ന 17 പരാമർശങ്ങൾ അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എതിർത്തുകൊണ്ട് തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ അവരുടെ ഒരു അവകാശങ്ങളെയും അവരുടെയൊക്കെ ഒരു റൈറ്റ്, ഈ ഇടപെടാനുള്ള പല അവകാശങ്ങളെ നിയന്ത്രിക്കപ്പെടുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം നടത്തിയത്. പക്ഷേ ശാരീരിക തുടക്കത്തിൽ കോട്ടിയതുപോലെ നടത്തുന്നത് പക്ക ഗുണ്ടായിസം എന്ന് പറയേണ്ടി വരും. അതായത് ആക്രോശം കണ്ടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ കാണിച്ച പോലെ നീ ആരാണെന്നാണ് നിന്റെ വിചാരം. അയാളൊരു ഉദ്യോഗസ്ഥനാണ്. ഇവനൊക്കെ ഈ സമരം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു കാര്യത്തിന് അവിടുന്ന് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ചെല്ലുമ്പോൾ എന്തായാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റും RTO ഓഫീസും ഒക്കെ അതിനകത്തുണ്ടല്ലോ. ആ ഇവന്മാരുടെ ഒക്കെ കഴിവന്റെ ഒക്കെ അമ്മയോ ചേച്ചിമാരോ അച്ഛന്മാരോ ഒക്കെ അവിടെ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, സാറേ എന്ന് വിളിച്ച്. ഇപ്പൊ കാണിച്ച ആക്രോശം അന്നും കാണുമോ ആവോ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ സർക്കാരിന്റെ ഇരട്ടത്താപ്പിനാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ഇതേ സർക്കാരിന്റെ ഈ പറഞ്ഞ തൊഴിലാളി നേതാക്കന്മാരാണ് ഈ പണിമുടക്ക് നടത്തുന്നതെങ്കിലും സർക്കാർ എന്തിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചു? എന്തിനാണ് കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് പറഞ്ഞതുപോലെ ഡയസ്നോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം, വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ വേതനമില്ല. അതായത് വർക്കിന് വരുന്നവർക്ക് വരാം, അതിന് സംരക്ഷണം നൽകുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാർ പറയുകയാണ്. പക്ഷെ പലയിടത്തെ അവസ്ഥ എന്താ നമ്മൾ കണ്ടതാണ്. അരുവിക്കര LP സ്കൂളിൽ, തിരുവനന്തപുരത്താണ് അരുവിക്കര LP സ്കൂളിൽ ഈ സർക്കാരിന്റെ വാഗ്ദാനങ്ങളും ഇത് കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് സധൈര്യം ചെന്ന അധ്യാപകരെ പൂട്ടിയിടുകയാണ്. സ്കൂളിനകത്ത് പൂട്ടിയിട്ടു. അതായത് ഗേറ്റിന് പുറത്ത് അവരെ പൂട്ടിയിട്ടു. അവർക്ക് വെളിയിലേക്ക്, ആ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിട്ടു. അവസാനം CA വന്നിട്ട് ഇതേപോലെ 3:30 ടൈം കഴിഞ്ഞപ്പോൾ CA പറഞ്ഞ് ഇറക്കിയൊന്നും ഇവർ സമ്മതിക്കത്തില്ല. 12 മണി വരെ, അതായത് ഈ സമരം തീരുന്നത് വരെയും സ്കൂളിനകത്ത് അപ്പൊ പുള്ളി പറഞ്ഞു പോയി പണം നോക്കാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പുള്ളിയെ പറയാതെ പറഞ്ഞ അങ്ങനെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സമരം ചെയ്യാൻ അധികം. പുള്ളി പറഞ്ഞൊരു പോയിന്റ് അതാണ്. അത് എല്ലാവരും ഒരു മാനിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുള്ളതുപോലെ പണിയെടുക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവകാശമുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മൾ ഒരുപാട് സമരങ്ങൾ ചെയ്ത് സ്വാതന്ത്ര്യം നേടി ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു നാടാണ് നമ്മൾ, പ്രത്യേകിച്ചും കേരളം അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ ഒരു അനുകൂല നയം അതിനകത്തുണ്ടായിരുന്നു, ജനങ്ങൾ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സമരത്തിനൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ആരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സമരം ചെയ്തു കൂട്ടുന്നത്? പറഞ്ഞ പോലെ സമരത്തിനും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള അതിനുള്ള റൈറ്റും അല്ലെങ്കിൽ അത് നടത്താനുള്ള അവകാശവും ഒക്കെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെയും അവരുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടാകരുതെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം പല സമയങ്ങളിലായിട്ട് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിനെയൊക്കെ കാറ്റി പറത്തുന്ന പോലെ
ഗുണ്ടായിസം, അതായത് പക്ക ഗുണ്ടായിസം, തെറി വിളിക്കുകയാണ്. അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവട്ടെ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാകട്ടെ, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിച്ചിറക്കുന്ന, അവരുടെ തൊഴിലിടത്തിൽ നിന്ന് അവരെ വലിച്ചിറക്കുന്ന അവസ്ഥയിലേക്ക് പലയിടത്തും കാര്യങ്ങൾ എത്തി. KSRTC ഡ്രൈവർ പോലും ഹെൽമെറ്റ് വെച്ച് KSRTC ബസ് ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അത് ശരിയാണ്. കാര്യം അയാളുടെ തലയ്ക്കോ അയാളുടെ വണ്ടി കയറിയിട്ട് ആർക്ക് പോയി? അയാൾക്ക് പോയി, അയാളുടെ കുടുംബത്തിന് പോയി, ജോലിക്ക് വന്നില്ലെങ്കിൽ അയാളുടെ വേതനവും പോയി. അതെ, തീർച്ചയായിട്ടും. സത്യത്തില് ഈ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. കാരണം ഇപ്പൊ ജയ് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെന്നൈയിലോ മുംബൈയിലോ ഒന്നും ഒരാൾ പോലും അറിഞ്ഞിട്ട് പോലും ഇതിനെ കുറിച്ച് വളരെ നോർമലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ മാത്രമാണ് ഒരുമാതിരി ഈ ശ്മശാന മൂകതയോടുകൂടി ബന്ദിന് സമാനമായിട്ടുള്ള വലിയ ഈ 144 പ്രഖ്യാപിച്ച പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു എറണാകുളത്ത്, പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഹർത്താലില്ല. ആ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിലെ ബാങ്കുകളും പോസ്റ്റ് ഓഫീസും കടകളും എല്ലാം തുറക്കും. സാധാരണഗതിയിൽ പ്രവർത്തിക്കും. ഒരു കോടതിയിൽ നിന്ന് എഴുതിയെടുത്ത ഉത്തരവ്, ഹൈക്കോടതിയിൽ നിന്ന് 8 വർഷമായിട്ട് അവര് ഹർത്താലിനെതിരാണ്. അവര് ഏത് ഹർത്താലിലും അവരെ തകർത്താനാവില്ല. അവര് ഒരു പ്രത്യേകത അവിടുത്തെ ജനങ്ങൾ ഐക്യകണ്ഠേനെതിരായിരിക്കും. ഇത് തന്നെ ഞാൻ പറയപ്പെടുന്നത്, ഇതൊരു ബെഞ്ച് ഓഫ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ ഈ പറയപ്പെടുന്ന സംഭവം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഹർത്താൽ. എല്ലാവരും ഇപ്പോ ഈ വേതനം കൂട്ടുക അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കർഷകരുടെ അവകാശങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം അങ്ങനൊരു സമരം നടത്താനല്ലേ. അതല്ലേ അതിന്റെ ശരി. അല്ലാതെ ജനങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ട് പേടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ചാനൽ ലൈവ് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോവാണെങ്കിൽ, ലൈവിന് ജയശങ്കർ ലൈവിന് പോവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ലൈവിന് ജയശങ്കർ റിപ്പോർട്ട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിച്ചാൽ എത്ര പേര് അനുകൂലിച്ചിട്ടുണ്ടാവും ഈ സമരത്തെ? തീർച്ചയായിട്ടും. അവർക്കറിയാം, പലരും പേടിച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഒരു ദിവസത്തെ വേതനം പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ അവർ വിചാരിക്കുന്നത് അവരുടെ ജീവനെയും അവരുടെ സ്വത്തിനെയും, അല്ലെങ്കിൽ അവർ മേടിച്ച വണ്ടിയോ വാഹനത്തെയോ, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം പോലും പോകുന്ന രീതിയിലേക്ക് താൻ അതിക്രമിക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലരും വീട്ടിൽ ഇരിക്കുന്നത്. അല്ലാണ്ട് ഈ തൊഴിലാളി സമൂഹത്തിന് നേരെയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമൊന്നും അല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുള്ളത് വേറെ മണ്ടത്തരമാണ്. അതെ, ഇന്നലത്തെ ഒരു വർക്കിംഗ് ഡേ അല്ലായിരുന്നു ജി. ആ ഇന്നലത്തെ വർക്കിംഗ് ഡേയിൽ ഹോട്ടൽ എല്ലാം, ചെറുകിട വ്യാപാരങ്ങൾ, ഹോട്ടലുകൾ, വസ്ത്രശാലകൾ, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടു. ഇതിലുണ്ടായ നഷ്ടത്തിന് 100 രൂപ ഈ യൂണിയൻകാർക്ക് കൊടുക്കാൻ പറ്റും? ഒരിക്കലും. പട്ടിണി കിടന്നാൽ അവന്റെ വീട്ടിൽ എല്ലാവരും വൻകിട വ്യാപാരികളല്ല, ചെറുകിട വ്യാപാരികൾ. അന്നു കച്ചവടം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ റോൾ ചെയ്ത് പോകുന്നു. ഇപ്പൊ എന്റെ സുഹൃത്ത് കഴിഞ്ഞു ഇപ്പൊ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു അവന്റെ ഒരു സ്റ്റുഡിയോ വർക്കറാണ്, സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉള്ളത്. 30,000 രൂപ വർക്കാണ് പോയത്. 30,000 രൂപ വർക്ക് പോയത് കൂടാതെ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവന്റെ ക്രെഡിബിലിറ്റി അത് അതേ പറയുന്നത് മടുത്ത്. സ്വന്തമായിട്ടൊരു സ്ഥാപനം, വേറെ പണിയിലൊന്നും ഇതില്ലാതെ ഒരു ലൈഫിൽ എന്റർപ്രണർ ആവാം, ഇഷ്ടമുള്ള ഒരു പണി ചെയ്യാന്ന് വെച്ചൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായിട്ടുള്ള പുള്ളിക്കാരൻ. പക്ഷെ പുള്ളിയും പറയുന്നത് ഇങ്ങനെ അടിക്കടി സമരങ്ങളും ബന്ധം എങ്ങനെ മുന്നോട്ട് പോകും? അത് ഈ ശാരീരിക പറഞ്ഞൊരു ഉദാഹരണമാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു എന്റർപ്രണേഴ്സിനെ, ഒരു സംരംഭകരെ പോലും ഭീമമായ നഷ്ടത്തിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് പണിമുടക്കുകൾ മാറുകയാണ്. അതിനോടൊപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന കല്യാണങ്ങളാവട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസപ്ഷൻസ്, ഫംഗ്ഷൻസ് ഒക്കെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കോ, പല ആൾക്കാർക്കും ഇതിന്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ച് അവിടേക്ക് എത്തേണ്ട അവസ്ഥയിലേക്കോ കാര്യങ്ങൾ മാറുന്നുണ്ട്. കാര്യം വഴിയിൽ തടയാണ് വാഹനങ്ങളെ. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാന്ന് പറഞ്ഞാൽ പോലും പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ പോലും ഭീകരമായിട്ട് തടയപ്പെട്ടു. എന്തിനു പോകണമെന്ന് ബോധിപ്പിക്കണം അവരെ. അല്ല, സ്കൂളിൽ വന്ന അധ്യാപകരുടെ കാറിന്റെ ടയർ കാറ്റൂരി വിടുക, ആക്രോശിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നത്. ഏതോ സ്കൂളിലോ ഓഫീസിലോ ചെന്നിട്ട് അതിന്റെ ജനൽ മറ്റേ നമ്മുടെ എയർ കയറുന്ന ജനലിന്റെ അവിടെ മുമ്പ് ആക്രോശിച്ചു. പെണ്ണുങ്ങളും കുട്ടികളും പേടിച്ചകത്തിരിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെയല്ലേ നിയന്ത്രിക്കണം? എന്തുകൊണ്ട് സർക്കാർ നോക്കൂത്തിയായിട്ടിരിക്കുന്നു? നമ്മുടെ മുഖ്യൻ മാത്രമല്ല അമേരിക്കയിലേക്ക് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? ഗണേഷ് കുമാർ പറഞ്ഞാൽ, ഗണേഷ് കുമാർ തലേന്ന് വലിയ അന്തസ്സായിട്ട് പറഞ്ഞു KSRTC സമരത്തിൽ പങ്കെടുക്കുന്നില്ല. വൈകുന്നേരം തന്നെ യൂണിയൻകാർ പറഞ്ഞു ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കും. ഓക്കെ, പിന്നെ ഡ്രൈവർമാർ വരാൻ, ജീവനക്കാർ വരാൻ തയ്യാറായിരുന്നു. പലരും വന്നു, പലരെയും അവരെ കൊടികുത്തി ഓടിച്ചു. ഇതൊക്കെ വെളുപ്പിനെ വന്ന വണ്ടി പോലും, അതായത് തിരിച്ചു വന്ന വണ്ടി പോലും നിർത്തരാന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന സീൻ എന്തായാലും സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം നമുക്കുണ്ടായി. കാരണം ഞാൻ ഇടയ്ക്ക് ഒരു ഇത് കണ്ടിരുന്നു കേട്ടോ. അതായത് ഒരു മനോരമയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഈ INTUC-യുടെ തന്നെ നേതാക്കള് സ്വകാര്യ വാഹനത്തിൽ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. INTUC-യുടെ ഒരു കൊടിയൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ സമരം വിളിച്ചേക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇതേ കണക്ക് ഈ വഴി കൂടെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വാഹനം എടുത്ത് പോകുന്നത് ശരിയാണോ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പരുങ്ങുക. അപ്പൊ അവർക്ക് സമരക്കാർക്ക് പോകാം. അയാൾ പറയുന്ന മറുപടിയാണ്, സമരക്കാർക്ക് പോകാം, മറ്റുള്ള ആൾക്കാർക്ക് പോകാൻ പാടില്ല, സമരക്കാർക്ക് പോകാം. അപ്പൊ ചോദിക്കാണ്, അത് ശരിയല്ലല്ലോ, നിങ്ങളാണല്ലോ സമരം വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളാണല്ലോ ഈ മാതൃക ആദ്യം കാട്ടിക്കൊടുക്കേണ്ടത്. പലയിടത്തും ഇതേപോലെ ഈ മീൻ വിൽക്കുന്ന ചെറുകിട വ്യാപാര സ്റ്റോളുകളിൽ അവരുടെ അടുത്ത് പോലും പോയി ഗുണ്ടായസം കാണിക്കുക. മീനൊക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഔഷധിയുടെ ഗോഡൌണിൽ ചെന്നിട്ട്, മെഡിക്കൽ സ്റ്റോറിന്റെ ഗോഡൌണിൽ ചെന്നിട്ട്, ചേട്ടാ ഇത് ഗോഡൌൺ അല്ലേ, സ്റ്റോർ അല്ലല്ലോ. അതന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത് ഗോഡൌൺ അല്ലേ, സ്റ്റോർ അല്ലല്ലോ, ഇവിടെ ആരും ഒന്നും
ഉണ്ടാക്കാനില്ലല്ലോ എന്നൊരു ആക്രോശം. എന്നിട്ട് ആരൊക്കെ ഇവിടുന്ന് മറ്റേ സ്പൈഡർമാനെ പോലെയൊക്കെ ചാടി വീണിട്ട് ഇറങ്ങടാന്നും പറഞ്ഞ ആ മനുഷ്യന്റെ അപ്പാവി സാധു അയാള് എന്താണ് ഈ പറയുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത വളരെ പരിഭ്രാന്തനായി നിന്നുകൊണ്ട് സർ എന്ന് പറയുന്ന കേക്ക് അപേക്ഷിച്ച് അതുങ്ങളുടെ മുഖത്ത് ദയനീയതയാണ്. ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരെയൊക്കെ തടയുമ്പോൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണ്. ഇന്ന് മിക്കയിടത്തും NHM-ലെ സ്റ്റാഫുകളാണ് കൂടുതലും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ ഈ പറയുന്ന കോൺട്രാക്ട് ജീവനക്കാരാണ്. അപ്പോൾ അവർക്ക് ഡയസ്റ്റോൺ അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് സ്വന്തം വിഷയത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥിരം ജീവനക്കാരല്ല. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ് മേലാളന്മാർ ഈ പറയപ്പെടുന്ന പാർട്ടിയുടെ വക്താക്കൾ പറയുന്നത്. ATC ആയാലും ATC എന്ത് കുന്തമായാലും ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു നാടിന് നന്മയ്ക്കായിട്ടല്ല ഇവരൊന്നും ചെയ്ത്. ഇത് എന്തിൻ്റെയൊക്കെയോ ഒരു സ്വാർത്ഥ ലാഭത്തിനായിട്ട് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാനായിട്ടോ ആരുടെയൊക്കെയോ മുമ്പിൽ പ്രകടനം കാണിക്കാൻ ഞങ്ങൾ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഭരണം അവസാനിക്കാറായ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പൊറാട്ട് നാടകമായി തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പലയിടങ്ങളിലും ശരിയെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഭിക്ഷയാചിക്കുന്ന മുതിർന്ന ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരും അംഗപരിമിതിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാത്ത അവസ്ഥ പലയിടത്തും ഉണ്ടായി. ഞാൻ ഒരു ഫുഡ് ബ്ലോഗിൽ കണ്ടതാണ്. അതായത് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ പോലും കടകളില്ല. അവരൊക്കെ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. അതിൽ പട്ടിണി പോലും കിടക്കേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നൊരു രീതിയുണ്ട്. സാധാരണ നമ്മൾ തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിനോട് കാണിക്കുന്ന വലിയൊരു മമത കേരള സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി തൊഴിലാളി സമരം ഗുണ്ടാ സമരമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളോടോ സർക്കാരിനോടൊക്കെ മനുഷ്യന് മനസ്സറിഞ്ഞുകൊണ്ടൊരു ആഭിമുഖ്യമോ അല്ലെങ്കിൽ ഒരു ഐക്യപ്പെടലോ ഒക്കെ ഉണ്ടാവണമെങ്കിൽ മനുഷ്യത്വപരമായിട്ട് പെരുമാറാനും ഈ ഒരു ചെങ്കൊടിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടികളുടെ ബലത്തിൽ മനുഷ്യനോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ഈ സമരമുറകൾ മാറ്റിയില്ലെങ്കിൽ നാളെ ജനങ്ങൾ ഒന്നടങ്കം ഇവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഇതേപോലെ വളരെ സാധാരണ രീതിയിൽ പണിമുടക്കിനൊന്നും പുല്ലുപോലും വില വയ്ക്കാതെ നമ്മുടെ കേരളത്തിലും ജനങ്ങൾ പണിക്കിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല.